നമസ്കാരം. 550 സ്ക്വയർ ഫീറ്റ് വീട് പണിയുടെ നാലാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതിനു മുമ്പ് 3 പാർട്ടുകൾ ചെയ്തിരുന്നു. ആ വീടിന്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞുള്ള ഫില്ലിങ്, പിന്നീട് അതിന്റെ മുകളിലേക്ക് വരുന്ന ബ്രിക്ക് വർക്ക്, അതിന്റെ ലിൻഡൽ വർക്ക്, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കോസ്റ്റ് സഹിതം നമ്മൾ 3 പാർട്ട് ചെയ്തു. ഇത് നാലാമത്തെ പാർട്ടാണ്. അപ്പോൾ നാലാമത്തെ പാർട്ടിൽ നമ്മൾ പറയുന്നത് അതിന്റെ റൂഫ് സ്ലാബ് കോൺക്രീറ്റിംഗ് ആണ്, അതിനാവശ്യമായ ചെലവുകളെ പറ്റി. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനൽ കൂടുതലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീട് പണിയുമായിട്ട് സംബന്ധിച്ചതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള 3 വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. നമ്മളിത് 3.5 സെൻറ്റ് പ്ലോട്ടിലായിരുന്നു ഈ വീടിൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കോളം ഫുട്ടിംഗ് രീതിയിലായിരുന്നു ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്ക് ചെയ്തത്. ഇതിൽ ഫുട്ടിങ് ചെയ്ത ശേഷം അതിലേക്ക് ഇതൊരു സ്റ്റെപ്പായിട്ട് കിടന്നൊരു പ്ലോട്ടായിരുന്നു. അപ്പം താഴ്ന്ന ഭാഗത്ത് നമ്മൾ കോളം കൊടുത്തു, മുകളിലും അതേപോലെ ചെറിയ കോളംസ്, കുട്ടി കോളംസ് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്ലിന്ത് ബീം അടിച്ച് ഇതേപോലെ ബീം അടിച്ചാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ ഇതിനുപയോഗിച്ച മെറ്റീരിയൽസും അതിൻ്റെ കോസ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പ്ലിന്ത് ബീം ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ എർത്ത് ഫില്ല് ചെയ്ത് നല്ലപോലെ കൺസോളിഡേറ്റ് ചെയ്ത് ഉറപ്പിച്ച ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിലേക്കുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തത്. ഓരോ സ്റ്റേജിലും നമുക്ക് ആവശ്യമായ ചിലവുകളെപ്പറ്റി ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിന് ശേഷം ഈ ഫില്ല് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മൾ സിമെൻറ്റ് സോളിഡ് ബ്ലോക്കിലാണ് ഇതിൻ്റെ മേസൺട്രി വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 15 സെൻറ്റിമീറ്റർ, അതായത് 15 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വോൾ തിക്നെസ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും മാത്രമാണ് നമ്മൾ വുഡിൽ ചെയ്യുന്നത്. ബാക്കി വിൻഡോസ് എല്ലാം വുഡ് തന്നെയാണ്. ഇൻസൈഡുള്ള ബാക്കി ഡോർസുകളെല്ലാം നമ്മൾ ഫൈബർ ഡോർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ശേഷം ബ്രിക്ക് വർക്കിന് ശേഷം നമ്മൾ 2.1 ഹൈറ്റിൽ, അതായത് 7 അടി ഹൈറ്റിൽ നമ്മൾ ലിൻഡലും ഷെയ്ഡും കൂടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തു. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇതിൻ്റെ കോസ്റ്റും ഇതിൻ്റെ ഡീറ്റെയിലുമായിരുന്നു നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഷെയ്ഡ് വരെയുള്ള പണികൾ തീർന്ന ശേഷം നമ്മളതിന് മുകളിലോട്ടുള്ള പണികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള 3 വീഡിയോകളുടെയും വീഡിയോ ലിങ്ക്, അതായത് പ്ലേലിസ്റ്റായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ള പണികൾ നമുക്ക് നോക്കാം. ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ലിൻഡൽ വർക്ക് കഴിഞ്ഞ ശേഷം നമ്മളിതിൻ്റെ ഡീഷട്ടറിങ് ചെയ്തു. അപ്പോൾ നമ്മളിതിൻ്റെ സൈഡെല്ലാം പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനൊരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റിലും അതേപോലെ 15 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുമാണ് ഈ ബെൽറ്റ് നമ്മൾ ത്രൂ ഔട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്രിക്ക് വർക്ക് ഏകദേശം ഒരു 3 ലെയർ ബ്രിക്കാണ് നമ്മൾ ചെയ്തത്. അതായത് നമ്മൾ 3 മീറ്റർ ഹൈറ്റാണ് നമ്മൾ റൂമിൻ്റെ വരുന്നത്, അതായത് 10 അടി ഹൈറ്റ്. 10 അടി ആകുമ്പോൾ നമ്മളിത് 20 സെൻറ്റിമീറ്റർ ആണ് ഒരു ബ്രിക്കിൻ്റെ ഹൈറ്റ് വന്നത്. അപ്പോൾ നമ്മളൊരു 3 ലെയർ ബ്രിക്കും കൂടെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം 10 അടി ഹൈറ്റ് വന്നു. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ സ്ലാബ് കാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബ്രിക്ക് വർക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഷട്ടറിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ ഔട്ട് സൈഡ് നമ്മളൊരു 8 ഇഞ്ച് തള്ളിലാണ് അടിച്ചിരിക്കുന്നത്. അതായത് ഒരു 20 സെൻറ്റിമീറ്റർ പ്രൊജക്റ്റ് ചെയ്താണ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇതിൻ്റെ ഷട്ടറിങ് വർക്ക് ചെയ്തത്. അതിന് ശേഷം നമ്മൾ സ്റ്റീൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മൾ 8 mm കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 8 mm കമ്പി 15 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിലാണ് കമ്പി കെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ക്രാങ്ക് വളച്ചാണ് ഇതിൻ്റെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കമ്പി കെട്ടുന്നത്, അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നത്, കമ്പിയുടെ അളവ് എങ്ങനെയാണ് നോക്കുന്നത്. ഇത് നമ്മൾ ടോയ്ലറ്റ് വരുന്ന ഭാഗമാണ്. നമ്മൾ മുകളിലേക്ക് പിന്നീട് പണിയാനുള്ളൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ ഏരിയ നമ്മൾ സങ്കൺ സ്ലാബായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഡൗൺ ആക്കി അല്പം താഴ്ത്തിയാണ് നമ്മൾ ഷട്ടറിങ് ചെയ്തത്. ഇതുമൂലം നമുക്ക് ഇതിലൂടെ നമ്മൾ പൈപ്പ് ലൈൻസ് എല്ലാം ഫ്ലോറിൽ കൂടെ പോകുന്നത് ഇതുവഴി നമ്മൾ പുറത്തേക്ക് വിടാനായിട്ട് പറ്റും. അതേപോലെ ടൈൽസ് ഇടുമ്പോൾ നമ്മൾ ബെഡ്റൂമുമായിട്ട് പൊങ്ങിപ്പോകാതെ അല്പം ഡിപ്പിൽ നമ്മൾ ഫ്ലോർ ലെവൽ താഴ്ത്തി ചെയ്യാനും ഇതേപോലെ സങ്കൺ സ്ലാബായിട്ട് ചെയ്താൽ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡൗൺ ആക്കി ചെയ്തത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ മുകളിലേക്ക് പണിയുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ചെയ്യുന്നത്. ഇത് 550 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. 2 ബെഡ്റൂമിൻ്റെ വീടാണ്. അപ്പോൾ ഇതിൻ്റെ റൂഫ് സ്ലാബ് നമ്മളിതേപോലെ സ്റ്റീൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇതിന് നമുക്ക് ആവശ്യമായത് ഏകദേശം ഒരു 350 കിലോ കമ്പിയാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. 8 mm സൈസിലുള്ള 350 കിലോ കമ്പിയാണ്. നമ്മൾ ആ കമ്പി കെട്ടിയ ശേഷം നമുക്കതിനകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബെഡ്റൂമിൽ ആവശ്യമായ ഒരു 2 ലൈറ്റ് പോയിൻറ്റ്, ഒരു ഫാൻ പോയിൻറ്റ്, ഒരു പ്ലഗ് പോയിൻറ്റ്, ഇത്രയും പോയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ പോയിൻറ്റുകൾ ചെയ്തത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഈ ഒരു ലെവലിലാണ് ഇപ്പം വർക്ക് ആയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി പാരപ്പറ്റും അതിൻ്റെ ഷോ വോളുകളും അതിൻ്റെ ഗ്രൂ കട്ടിങ് ഡിസൈൻ വർക്കുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയത്ത് അത് ബാക്കി വർക്കുകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ നമ്മൾ ആ പൈപ്പ് വെച്ചിരിക്കുന്ന ലെവലിൽ
ആദ്യം നമ്മൾ ഈ ലെവലിൽ കോൺക്രീറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സൈഡ് അടിച്ച് പലക വെച്ചതിന് ശേഷമാണ് നമ്മൾ മുകളിലുള്ള സ്ലാബിൻ്റെ കോൺക്രീറ്റ് ചെയ്യേണ്ടത്. എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഒരു ഡിപ്പ് കിട്ടുകയുള്ളൂ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ. ഇതേപോലെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന് മുമ്പ് ചെയ്യേണ്ട അതിൻ്റെ ലെവലിങ്, അതിൻ്റെ വൈബ്രേഷന്, അതിനകത്ത് വരുന്ന മിക്സ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ മുമ്പ് കോൺക്രീറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു 2-3 പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വീടിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അതിനാവശ്യമായ കോസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞു. ഇതിൽ നമ്മൾ 350 കിലോ കമ്പിയാണ് ആവശ്യമായിട്ട് വന്നത്. അതിന് ശേഷം നമുക്ക് 20 mm മെറ്റൽ നമുക്കൊരു 200 CFT ആണ് ആവശ്യമായിട്ട് വന്നത്. പിന്നീട് എംസാൻഡ് നമുക്കൊരു 150 CFT വന്നു. സിമൻറ്റ് മൊത്തത്തിൽ നമുക്ക് 35 ചാക്ക് സിമൻറ്റാണ് കോൺക്രീറ്റിന് മാത്രമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ നിലവിലുള്ള റേറ്റ് അനുസരിച്ച് നമുക്കിപ്പം കമ്പിക്ക് 67 രൂപ ഉണ്ട് കിലോയ്ക്ക്. അതേപോലെ 20 mm മെറ്റലിനാണെങ്കിൽ ക്യൂബിക് അടിക്ക് 51 രൂപ, എംസാൻഡിന് 61 രൂപ, സിമെൻറ്റിന് 410 രൂപയാണ് ഒരു ബാഗ് സിമെൻറ്റിന് നമുക്ക് ചിലവായിട്ട് വന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് ഏകദേശം ആയത്. ഇതിന് നമുക്ക് ടോട്ടൽ നമ്മൾ റഫായിട്ട് നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലേബർ, അതായത് ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചെയ്ത ബ്രിക്ക് വർക്ക്, 3 ലെയർ ബ്രിക്ക് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അതിൻ്റെ ബ്രിക്ക് നമുക്ക് ഏകദേശം ഒരു 500 ബ്രിക്കും കൂടെ ഇതിന് ശേഷം നമുക്ക് ആയിട്ടുണ്ട്. അത്രയും ബ്രിക്ക് വർക്ക് ചെയ്ത് അതിന് മേളിൽ ഷട്ടർ ചെയ്ത് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു 1.5 ലക്ഷം രൂപയും കൂടെ ഇതിന് ശേഷമായി. അപ്പോൾ നമ്മൾ ലിൻഡിൽ വരെയുള്ളത് നമ്മളൊരു 4 ലക്ഷം രൂപയായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഒരു 1.5 കൂടെ ചേർത്തൊരു 5.5 ലാക്സിൽ നമുക്കിത് കോൺക്രീറ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റി. ഇതേപോലെ കോൺക്രീറ്റ് ചെയ്ത ശേഷം നമ്മൾ പിറ്റേ ദിവസം ഇതിൻ്റെ മുകളിൽ ബണ്ട് കെട്ടി ഇതുപോലെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതേപോലെ ചെയ്യണം നമ്മൾ. അഥവാ ഇതൊരു 14 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഡീ ഷട്ടറിങ് ചെയ്യുന്നത്. അതുവരെയെങ്കിലും നമ്മൾ ഇതുപോലെ വെള്ളം കെട്ടി നിർത്തണം. നമ്മളതിൻ്റെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കിട്ടാനും ക്രാക്ക് വീഴാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ഇതേപോലെ വെള്ളം കെട്ടി നിർത്തുന്നത്. നമ്മൾ അല്ലാതെ ക്യൂറി ചെയ്താൽ എല്ലാ സമയത്തും നനച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. അത് ഡ്രൈ ആകാതെ ഫുൾ ടൈം വെറ്റായിട്ട് കിടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ബണ്ട് കെട്ടി വെള്ളം നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ടോയ്ലറ്റ് വരുന്ന ഭാഗത്തെ നമ്മൾ ഡീ ഷട്ടർ ചെയ്തപ്പോൾ ആ പൈപ്പ് അതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ടോയ്ലറ്റിൻ്റെ കൺസീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ പുറത്തേക്ക് നമ്മൾ പൈപ്പ് ലൈൻസ് എടുക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡീ ഷട്ടറിങ് കഴിഞ്ഞ ശേഷം നമുക്കിതിന് നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഇലക്ട്രിക്കൽ കൺസീൽഡ് വർക്കാണ്. വോൾ ചേസിങ്, അതിൻ്റെ ബോക്സ് ഫിക്സിങ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യും. ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങും ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങും. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോകൾ നമ്മൾ തുടർന്ന് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇതിൻ്റെ 3D വ്യൂ ആണ് ഇത് പണിത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീട് പണിയുന്നവർക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.